ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർഗീകരണമായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എല്ലാ ജീവികളെയും 5 കിങ്ഡമായിട്ട്, പ്രധാനമായും 5 കിങ്ഡങ്ങളിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു അല്ലേ. അതിൽ ജന്തുക്കൾ ഉൾപ്പെടുന്നത് അനിമേലിയ എന്ന കിങ്ഡത്തിലാണ്. ഓക്കെ, അപ്പോൾ സസ്യങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് പ്ലാന്റ് എന്നും നമ്മൾ പഠിച്ചു. നോക്കൂ, അനിമേലിയ എന്ന കിങ്ഡം, ആ അനിമേലിയ എന്ന് പറയുന്ന ഈ കിങ്ഡത്തിൽ നട്ടലുള്ള ജീവികൾ, നട്ടലില്ലാത്തവ, അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് നട്ടലില്ലാത്തവയിൽ വരുന്ന ഗ്രൂപ്പ്സ്, പിന്നെ നട്ടലുള്ളവയിൽ പ്രധാനമായും അവരുടെ സബ് ഫൈലം പഠിച്ചു, ആംഫീബിയ, റെപ്റ്റൈൽസ്, അതെല്ലാം പഠിച്ചു അല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാന്റയുടെ ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളുടെ വർഗീകരണത്തിൽ, അപ്പം സസ്യങ്ങളുടെ വർഗീകരണമാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് കിങ്ഡം പ്ലാന്റ്. ഓക്കെ, കിങ്ഡം പ്ലാന്റ് ഇതാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പം ഇതിൽ ഫൈലം എന്ന ആ ഒരു കാറ്റഗറിക്ക് പകരം ഡിവിഷനാണുള്ളത്. അപ്പോൾ സസ്യങ്ങളുടെ വർഗീകരണത്തിൽ ഡിവിഷനാണ്, ഫൈലത്തിന് പകരം എന്താണ്? ഡിവിഷനാണ്. കിങ്ഡം പ്ലാന്റയുടെ വിവിധ ഡിവിഷനുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ജന്തുക്കളെ വിവിധ വിഭാഗങ്ങളിലായി വർഗീകരിച്ചത് മനസ്സിലാക്കിയല്ലോ. ശരീരഘടന, സംവഹന വ്യവസ്ഥ, വിത്ത് രൂപീകരണം എന്നിവയിലെ സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം പ്ലാന്റയെ വിവിധ ഡിവിഷനുകളായി വർഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ കിങ്ഡം പ്ലാന്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സസ്യങ്ങളുടെ ശരീരഘടന, അവരുടെ സ്ട്രക്ചർ, സംവഹന വ്യവസ്ഥ. എന്താണ് സംവഹന വ്യവസ്ഥ? എങ്ങനെയാണ് ആഹാരവും ജലവും എല്ലാം സസ്യങ്ങളിലൂടെ വേരിൽ നിന്ന് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈലം, ഫ്ലോയം അല്ലേ. സൈലം, ഫ്ലോയം തുടങ്ങിയ സംവഹന കലകളാണ്. ഇവരാണ് സംവഹന കലകൾ. അപ്പം ഈ ഒരു സംവഹന വ്യവസ്ഥ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ വിത്ത് രൂപീകരണം, എങ്ങനെയാണ് സീഡ്സ് ഫോം ചെയ്യുന്നത് സസ്യങ്ങളിൽ. അപ്പം ഇത് എല്ലാ ചെടികളിലും ഒരുപോലെയല്ല, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളിൽ ശരീരഘടനയിലും അവരുടെ സംവഹന വ്യവസ്ഥയിലും വിത്തിൻ്റെ രൂപീകരണത്തിലുമൊക്കെയുള്ള സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാന്റ് എന്ന കിങ്ഡത്തെ വിവിധ ഡിവിഷനുകളായിട്ട് വർഗീകരിച്ചിരിക്കുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റത്തെയാണ് ആൽഗെ. അപ്പം കിങ്ഡം പ്ലാന്റ് ഈ കിങ്ഡത്തെ നമ്മൾ വിവിധ ഡിവിഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് എന്ത്? ഡിവിഷൻ ആൽഗെ. എന്താണ്? ആൽഗെ. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഈ ഡിവിഷനിൽ ഉൾപ്പെടുന്നത് ആൽഗകളായിരിക്കും. നമ്മൾ പായൽ എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ആൽഗെ. മിക്കവയുടെയും ആവാസം ജലമാണ്. ഓക്കെ, ഈ ആൽഗ കൂടുതലായിട്ടും മെജോറിറ്റി ആൽഗയും കാണപ്പെടുന്നത് ജലത്തിലാണ്. അപ്പം ആൽഗ ജലത്തിലാണ് കേട്ടോ. താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ശരീരത്തിൽ, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ആൽഗകളുടെ ശരീരം, ബോഡി ഓഫ് ആൽഗെ, ആൽഗകളുടെ ശരീരം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശരീരം അറിയപ്പെടുന്നത് താലസ്. ഓക്കെ, അപ്പോൾ ആൽഗകളുടെ ശരീരം അറിയപ്പെടുന്നത് താലസ് എന്നാണ്. ആൽഗകളുടെ ശരീരം അറിയപ്പെടുന്നത് താലസ് എന്നാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? സാധാരണ സസ്യങ്ങളുടേതുപോലെയുള്ള വേരോ ഇലയോ കാണ്ഡമോ ഒന്നും തന്നെ ഇവർക്കില്ല. വേരില്ല, ഇലയുണ്ട്, പക്ഷേ സാധാരണ സസ്യങ്ങളുടേതുപോലെയുള്ള ഇലയോ കാണ്ഡമോ ഒന്നും കാണപ്പെടുന്നില്ല. ഇവരുടെ പ്രത്യുൽപാദന രീതി, 2 രീതിയിലും ഇവർ പ്രത്യുൽപാദനം നടത്തും. പുതിയ ആൽഗകളെ ഉൽപ്പാദിപ്പിക്കും. ലൈംഗികമായതും അലൈംഗികവുമായ പ്രത്യുൽപാദന വ്യവസ്ഥയാണുള്ളത്. ഇവർക്ക് സംവഹന കലകൾ ഇല്ല. സൈലം, ഫ്ലോയം തുടങ്ങിയ സംവഹന കലകൾ ആൽഗകൾക്ക് ഇല്ല. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൽഗെ എന്ന് പറയുന്ന കാറ്റഗറിക്ക് സംവഹന കലകൾ ഇല്ല കേട്ടോ. സംവഹന കലകൾ ഇല്ല. പിന്നെ പ്രത്യുൽപാദന രീതി ലൈംഗികമായും അലൈംഗികമായും അവർ പ്രത്യുൽപാദനം നടത്തുന്നു.
അപ്പം ചിലപ്പോൾ നമ്മൾ ഒന്ന് വായിക്കാൻ വിട്ടുപോയിട്ടുള്ള പോയിൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിന് മനസ്സിലാക്കാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ലൈംഗികമായും അലൈംഗികമായും ആൽഗ പ്രത്യുൽപാദനം നടത്തുന്നു എന്നൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ന് കറക്കി കുത്താൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പം വളരെ ചെറിയ ചെടിയല്ലേ ആൽഗ, വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണല്ലേ. അപ്പം ഇങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷനൊക്കെ പോസിബിൾ ആണോ ഇവർക്ക്, സാധ്യമാണോ എന്ന് നമുക്കൊരു സംശയം വരാം. ഓർത്ത് വയ്ക്കുക, ആൽഗകൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ എന്താണ്? ഗ്യാമറ്റിൻ്റെ അല്ലേ, ബീജകോശങ്ങൾ, പുംബീജകോശങ്ങളും ഫീമെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ വഴി അവർ പുതിയ സീഡ് ഉണ്ടാക്കി അതിൽ നിന്നും പുതിയ ചെടി വരും അല്ലേ. അപ്പം ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും ആരുടെ പ്രത്യേകതയാണ്? ആൽഗകളുടെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ആൽഗ കഴിഞ്ഞു. ആൽഗകൾക്ക് ഉദാഹരണമാണ് സ്പൈറോഗൈറ സർഗാസം. ആൽഗകൾക്ക് ഉദാഹരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ആൽഗകളാണ് സ്പൈറോഗൈറ, സർഗാസം തുടങ്ങിയവ. സർഗാസം ഒരു ബ്രൗൺ ആൽഗയാണ് കേട്ടോ. സർഗാസം ബ്രൗൺ ആൽഗയ്ക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? നമുക്ക് ഗ്രീൻ ആൽഗയുണ്ട്, റെഡ് ആൽഗയുണ്ട്, ബ്രൗൺ ആൽഗയുണ്ട്. ആൽഗകൾ പല തരത്തിലുണ്ട്, ഭയങ്കര ഡൈവേഴ്സാണ്, വൈവിധ്യം നിറഞ്ഞതാണ് ഈ ആൽഗകളുടെ ഒരു ഡിവിഷൻ, ഈ ഒരു കാറ്റഗറി. ഇവർ റെഡ് ആൽഗ ചുവന്ന നിറത്തിലുണ്ട്, റെഡ് ആൽഗയുണ്ട്, ഓക്കെ, റെഡ് ആൽഗയുണ്ട്, ബ്രൗൺ ആൽഗയുണ്ട്, ഗ്രീൻ ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഇങ്ങനെ പല തരത്തിലാണ് നമുക്ക് ആൽഗകൾ ഉള്ളത്. ഇതിൽ സർഗാസം ഉൾപ്പെടുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സർഗാസം ഒരു ബ്രൗൺ ആൽഗയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ ആൽഗ എന്ന് പറയുന്നത് ജെയിൻറ്റ് കെൽപ്പ് എന്നറിയപ്പെടുന്ന ഇനം ആൽഗയാണ് ഏറ്റവും വലിയ ആൽഗ. അപ്പം ഏറ്റവും വലിയ ആൽഗ ഏതാണ്? ജെയിൻറ്റ് കെൽപ്പ്. മറന്നു പോകരുത്. PSCക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് പറയുന്നത് കേട്ടോ. നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കൾക്കാണെങ്കിൽ ഇത് നിങ്ങളിങ്ങനെ പഠിക്കുക. ആൽഗകൾ കാണപ്പെടുന്നത് ജലത്തിലാണ്. അവരുടെ ശരീരം അറിയപ്പെടുന്നത് താലസ് എന്നാണ്. അപ്പോൾ എന്താണ് അവരുടെ ശരീരം താലസ് എന്നറിയപ്പെടുന്നത്? അങ്ങനെ ഒരു സംശയം വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് താലസ് എന്ന് നോക്കാം. ഒന്നുമില്ല കേട്ടോ. താലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെടികളിൽ അവർക്ക് എന്താണ്? ഇലയുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസിന് വീണ്ടും ശാഖകളും ഉപശാഖകളും ഉണ്ടല്ലേ. ശാഖകളുണ്ട്, ഉപശാഖകളുണ്ട്, വേരുണ്ട്, വലിയൊരു തണ്ടുണ്ട്, ഇല, പഴങ്ങൾ എല്ലാം ഉണ്ടല്ലേ. പക്ഷേ താലസാണ് അവരുടെ ബോഡി, അവരുടെ ശരീരം താലസാണെങ്കിൽ ഭയങ്കര ഷോർട്ടായിട്ടുള്ള, ഇതുപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലീവ്സോ ബ്രാഞ്ചസോ ഒന്നും തന്നെ കാണില്ല. ജസ്റ്റ് ഈ ആൽഗ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറിൽ, അല്ലെങ്കിൽ എന്താണോ അവരുടെ നിറം. നോക്കൂ, ഇത് സർഗാസമാണ്, ബ്രൗൺ ആൽഗ ആയിട്ടുള്ള സർഗാസത്തിൻ്റെ പിക്ചറാണ് ഇത് സർഗാസമാണ്. അപ്പം ഇത്തരത്തിൽ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബോഡിയോ ഒരു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്ടോ ഇല്ല. അതുകൊണ്ടാണ് ആൽഗകളുടെ ബോഡി വളരെ ഷോർട്ടായിട്ടുള്ള, അവരുടേതായ ആ ഒരു ഇല മാത്രം, അല്ലെങ്കിൽ ആ ഒരു പുറമേ കാണുന്ന ആ ഒരു സ്ട്രക്ചർ, അതാണ് താലസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൽഗ എന്ന ഡിവിഷൻ കഴിഞ്ഞു. പ്ലാന്റിനെ നമ്മൾ വിവിധ ഡിവിഷനായി 5 ഡിവിഷനായിട്ട് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആൽഗ എന്നതാണ് ആദ്യത്തെ ഡിവിഷൻ. ഉദാഹരണം തന്നിട്ടുണ്ട് സ്പൈറോഗൈറ, സർഗാസം, മറന്നു പോകരുത്. ഇനി ബ്രയോഫൈറ്റ ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു. അപ്പം അടുത്ത ഒരു ഡിവിഷനാണ് കിങ്ഡം പ്ലാന്റയുടെ അടുത്ത ഒരു ഡിവിഷനാണ് ഏത്? ബ്രയോഫൈറ്റ. കുറച്ച് ടഫാണ് ബയോളജിയിലെ ഇത്തരം ടേംസ്, അതുകൊണ്ടാണ് ഇങ്ങനെ 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ബ്രയോഫൈറ്റ ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു. വേര്, കാണ്ഡം, ഇല എന്നിവ പോലുള്ള ഭാഗങ്ങളുണ്ട്. ആൽഗയ്ക്ക് അതുണ്ടായിരുന്നോ? വേര്, കാണ്ഡം, ഇല, അങ്ങനെ വലിയൊരു പ്ലാന്റ് ബോഡി ഇവർക്കില്ല. ആർക്കില്ല? ആൽഗയ്ക്കില്ല. പക്ഷേ ബ്രയോഫൈറ്റ അങ്ങനെയല്ല. ഇവർക്ക് എന്താണ്? വേരുണ്ട്, കാണ്ഡം, ഇല തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെയുണ്ട് കേട്ടോ. പ്രത്യുൽപാദനം ഗമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും. അപ്പോൾ ഗമീറ്റ് എന്ന് വെച്ചാൽ എന്താണ്?
ഇതാണ് എന്ത്? പ്രത്യുൽപാദന കോശങ്ങൾ. ലൈംഗിക പ്രത്യുൽപാദനമാണെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനമാണ് ഗമീറ്റുകൾ വഴി നടക്കുന്നത്. സ്പോറുകളിലൂടെയാണെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്പോർ. അപ്പോൾ എന്താണ് സ്പോർ എന്നൊരു സംശയം അല്ലേ? ഈ സ്പോർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതൊരു ആദ്യം മനസ്സിലാക്കുക, സ്പോറിലൂടെയുള്ള പ്രത്യുൽപാദനം എന്ന് പറയുന്നത് അലൈംഗിക പ്രത്യുൽപാദനമാണ് കേട്ടോ. ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്, അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്രയോഫൈറ്റ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണോ സ്പോറുകളിലൂടെ പ്രത്യുൽപാദനം നടത്തുന്നത്, ആ ഓർഗാനിസം, ആ പ്ലാന്റ്, ആ ചെടി എന്ത് ചെയ്യും? സ്പോർസിനെ ഉണ്ടാക്കും. എങ്ങനെയാണ് സ്പോർസിനെ ഉണ്ടാക്കുന്നത്? ഇതിപ്പം അവരുടെ ആ ചെടിയാണെങ്കിൽ അവർ ജസ്റ്റ് ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു സ്പോർസിനെ ഉണ്ടാക്കും. പേരിൽ തന്നെ ഉണ്ടല്ലേ, സ്പോർ എന്ന് വെച്ചാൽ എന്താ? ചെറിയ ചെറിയ ഇങ്ങനെ സുഷിരങ്ങൾ പോലെ ഈ സ്പോർസിനെ അവരുണ്ടാക്കും, ഈ ചെടികൾ. ഈ സ്പോറിനകത്ത് എന്താ ഉള്ളത്? സ്പോറിനകത്താണ് എന്തുള്ളത്? ജനറ്റിക് മെറ്റീരിയൽ ഉള്ളത് കേട്ടോ. ജനറ്റിക് മെറ്റീരിയൽ, നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയലാണ് നമ്മളുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ അല്ലേ, ജനറ്റിക് മെറ്റീരിയലിൽ നിന്നാണ് മെയിനായിട്ട് പുതിയ ഓർഗാനിസം അല്ലെങ്കിൽ പുതിയ ജീവി ഉണ്ടാകുന്നത്. അപ്പം ഈ സ്പോറിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. ഇവരുടെ ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ, അവർക്ക് എപ്പോഴാണോ അവരുടെ സിറ്റുവേഷൻസ്, കണ്ടീഷൻസ്, ക്ലൈമറ്റ്സ് ഇതെല്ലാം ഫേവറബിൾ ആവുന്ന സമയത്ത് ഈ സ്പോർ ബ്രേക്ക് ചെയ്യും. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് സ്പോർസ് എല്ലാം തന്നെ എന്താണ്? പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൽ നിന്നും ന്യൂ ഇൻഡിവിജ്വൽ, പുതിയ ജീവി ഉണ്ടാകും. അപ്പോഴവിടെ പുതിയ ജീവി ഉണ്ടാകുമെന്ന് വെച്ചാൽ എന്താ? പ്രത്യുൽപാദനം നടന്നില്ലേ? അപ്പോൾ ബ്രയോഫൈറ്റിൽ ഗമീറ്റുകൾ വഴി പ്രത്യുൽപാദനം നടക്കുന്നു. അത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇനി അലൈംഗിക പ്രത്യുൽപാദനമാണെങ്കിൽ അത് സ്പോർ ഫോർമേഷനാണ്, സ്പോറുകൾ വഴിയാണ്. ഇതിൽ സ്പോർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, സസ്യങ്ങൾ അല്ലെങ്കിൽ ഈ ബയോഫൈറ്റിൽ വരുന്ന ഇത്തരം ചെടികൾ അവരുടെ ആ ചെടിയിൽ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനകത്ത് നിറയെ ജനറ്റിക് മെറ്റീരിയലാണുള്ളത്, ജനിതക വസ്തുവാണുള്ളത്. എന്നിട്ട് അവർക്ക് കണ്ടീഷൻസ് ഫേവറബിൾ ആകുന്ന സമയത്ത് ഈ ജനറ്റിക് മെറ്റീരിയൽ ആ ഒരു കവറിങ് മാറ്റി പുറത്തേക്ക് വരും, സ്പ്രെഡാവും. അതിൽ നിന്നും പുതിയ ജീവി ഉണ്ടാകും. അപ്പോൾ അവിടെ ഗമറ്റിൻ്റെ ഫ്യൂഷൻ നടന്നിട്ടില്ല, ബീജ സങ്കലനം നടന്നില്ല, പക്ഷെ പുതിയ ജീവി ഉണ്ടായി. അതുകൊണ്ട് സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ബ്രയോഫൈറ്റയ്ക്ക് എക്സാമ്പിളാണ് റിക്സിയ ഫ്യൂണേറിയ. ഈ ഫ്യൂണേറിയ നമുക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ചെടിയാട്ടോ. മഴക്കാലത്തൊക്കെ മതിലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഇങ്ങനെ കൊളുത്തി വലിച്ച് കളിക്കുന്നതാ. ഇവിടെ ചിത്രമുണ്ട് കേട്ടോ, അതാണ് ഫ്യൂണേറിയ. അടുത്തത് ടെറിഡോഫൈറ്റ. അപ്പോൾ നമ്മുടെ അടുത്ത ഡിവിഷനാണ് ടെറിഡോഫൈറ്റ. എന്താണ്? ടെറിഡോഫൈറ്റ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിങ്ഡം പ്ലാന്റയുടെ വിവിധ ഡിവിഷനുകളാണ്. അതിൽ ആദ്യത്തെ ആണ് ആൽഗ, രണ്ടാമത്തെ ആണ് ബ്രയോഫൈറ്റ, മൂന്നാമത്തെ ഡിവിഷനാണ് ടെറിഡോഫൈറ്റ. ഇതിൽ പ്രധാനമായും കരസസ്യങ്ങളാണ്. വേര്, കാണ്ഡം, ഇല എന്നിവ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യുൽപാദനം പ്രധാനമായും സ്പോറുകളിലൂടെ. സ്പോർ എന്താണെന്ന് പറഞ്ഞല്ലോ. ഇവിടെയും എന്താണ് പ്രത്യുൽപാദനം? സ്പോർ ഫോർമേഷനാണ്, അലൈംഗിക പ്രത്യുൽപാദനമാണ് കേട്ടോ. അലൈംഗിക പ്രത്യുൽപാദനമാണ് പ്രധാനമായും. ടെറിഡോഫൈറ്റയിൽ സ്പോർ വഴിയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ലളിതഘടനയുള്ള സംവഹന കലകൾ കാണപ്പെടുന്നു. അപ്പം സൈലം ഫ്ലോയം, അത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറായിരിക്കും അവരുടെ സംവഹന കലകൾക്ക്. പക്ഷേ ആൽഗയിലും ബ്രയോഫൈറ്റയിലും സംവഹന കലകൾ ഇല്ല അല്ലേ? ആൽഗയിലും ബ്രയോഫൈറ്റയിലും സംവഹന കലകൾ ഇല്ല. പക്ഷേ ടെറിഡോഫൈറ്റയിൽ സംവഹന കലകൾ ഉണ്ട്. പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, നോക്കൂ, ഇതാണ് കേട്ടോ സ്പോർ ഫോർമേഷൻ. ചെടികളിൽ തന്നെ ഇതാണ് അവരുടെ ആ ഒരു സ്പോർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ ഈ സ്പോർസ് ഇങ്ങനെ പുറത്തേക്ക് ബ്രേക്കായിട്ട് വരും. ശേഷം അതിൽ നിന്നും ന്യൂ ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. അപ്പം അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് ഈ സ്പോർസ് വഴി ഉണ്ടാവുന്നത്. അടുത്ത ഡിവിഷനാണ് ജിംനോസ്പേംസ്.
ജിംനോസ്പേംസ്. കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇപ്പോൾ ജിംനോസ്പേംസിൽ ഇവരുടെ പ്രത്യുൽപാദന ഭാഗങ്ങൾ എന്താണ്? കോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കോണുകൾ ജിംനോസ്പേംസിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ ജിംനോസ്പേംസ് ആണ്. ഇവരുടെ പ്രത്യുൽപാദന ഓർഗൻ എന്ന് പറയുന്നത് കോണുകളാണ്. കോണുകൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിംനോസ്പേം വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളുടെ പ്രത്യുൽപാദന ഭാഗം ഏതാണ്, എന്താണ് എന്ന് ചോദിച്ചാൽ മറക്കാതെ പ്രധാനമായും പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. കോണുകൾ ആണ്. ഓക്കെ, ഇനി ഈ കോണുകൾക്ക് എന്താണ് ഇവരുടെ പ്രത്യേകത? ജിംനോസ്പേമിൻ്റെ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അപ്പോൾ എന്താണ് കോണുകളെന്ന് അറിയാനൊരു തോന്നലുണ്ടല്ലേ? നോക്കൂ, ഇതാണ് കേട്ടോ ഒരു കോണിൻ്റെ സ്ട്രക്ചർ. ഒരു കോൺ എന്ന് പറയുന്നത് നമ്മുടെ ആൺസസ്യങ്ങളാണെങ്കിൽ അവർക്ക് മെയിൽ കോൺസ് ഉണ്ടാകും. കോൺ എന്ന് പറയുന്നത് റിപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതാണ് ഒരു ആൺ ചെടിയുടെ മെയിൽ കോൺ. ഇതാണ് അതിൻ്റെ കോൺ. അപ്പം ഇവരെന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ഇവരുടെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് കോണ്. അപ്പോൾ കോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു റിപ്രൊഡക്റ്റീവ് കോശം അല്ലെങ്കിൽ പ്രത്യുൽപാദന കോശം പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അതാണ് എന്ത്? പോളൻ ഗ്രെയിൻസ്. അപ്പം മനസ്സിലാക്കുക, കോണുകൾ 2 തരത്തിലുണ്ട്. മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോണും ഉണ്ട്. മെയിൽ കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? മെയിൽ കോൺ ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക? പോളൻ ഗ്രെയിൻസ് അഥവാ പരാഗരേണുക്കൾ. മെയിൽ കോൺസ് പരാഗരേണു അഥവാ പോളൻ പ്രൊഡ്യൂസ് ചെയ്യും, ഉണ്ടാക്കും. ഫീമെയിൽ കോൺസ് ആണെങ്കിലോ അവർ അണ്ഡം അല്ലേ, ഒവ്യൂൾ. ഓക്കെ, ഇതാണ് നമ്മുടെ കോണിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത് ഫീമെയിൽ കോണാണ് കേട്ടോ, ഒരു പെൺ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ജിംനോസ്പേമിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് എന്ത്? ജിംനോസ്പേമിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് കോണുകൾ എന്ന് പറയുന്നത്. മെയിൽ കോണും അല്ലെങ്കിൽ ആൺ സസ്യത്തിന് അവരുടെ പ്രത്യുൽപാദന അവയവമായിട്ട് കോണുകളുണ്ട്. അതുപോലെ തന്നെ പെൺ സസ്യത്തിന് പ്രത്യുൽപാദന അവയവമായിട്ട് കോൺസ് ഉണ്ട്. ഇതിൽ മെയിൽ കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ കോൺ ഉണ്ടാക്കുന്നത് പ്രത്യുൽപാദന കോശമാണ് പരാഗരേണു അഥവാ പോളൻ എന്ന് പറയുന്നത്. ഫീമെയിൽ കോൺ ഉണ്ടാക്കുന്നതാണ് അണ്ഡം അഥവാ ഒവ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ജിംനോസ്പേമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ട് ജിംനോസ്പേംസിൻ്റെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിത്തുകളുണ്ടാവും. എങ്ങനെയാണ് വിത്തുകൾ ഉണ്ടാവുന്നത്? ഇവർ ഫെർട്ടിലൈസേഷൻ അല്ലേ, ബീജസങ്കലനം നടക്കും. ഓക്കെ, ഈ പരാഗരേണു ബീജസങ്കലനം നടന്നിട്ട് ഇവർക്ക് വിത്തുണ്ടാവും. സീഡ് ഫോം ചെയ്യും. ഓക്കെ, സീഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു സീഡ് ഉണ്ടാവുന്നത് ഒരു പഴത്തിനകത്തായിരിക്കും അല്ലേ, ഫ്രൂട്ടിനകത്തായിരിക്കും സീഡ് ഉണ്ടാകുക. പക്ഷേ ഈ സീഡിന് എന്തില്ല? ഫ്രൂട്ട്ലെസ് ആണ്. പഴങ്ങൾ ഇല്ല. സീഡ് പുറത്തിങ്ങനെ ഒരു കവറിങ്ങും ഇല്ലാതെ ഒരു ഫ്രൂട്ടൊന്നും ഇല്ലാതെ സീഡ് മാത്രമാണ് ഫോം ചെയ്യുക. അതുകൊണ്ട് ജിംനോസ്പേമിൻ്റെ സീഡിനെ നെയ്ക്കഡ് സീഡ് എന്നറിയപ്പെടുന്നു. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നെയ്ക്കഡ് സീഡ് എന്നറിയപ്പെടുന്നു. അപ്പം നെയ്ക്കഡ് സീഡ് എന്നത് ഏത് വിഭാഗം സസ്യങ്ങളുടെ പ്രത്യേകതയാണ്? നെയ്ക്കഡ് സീഡ് എന്ന് പറയുന്നത് അത് ജിംനോസ്പേമിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ജിംനോസ്പേമിൻ്റെ മാത്രം പ്രത്യേകതയാണ് നെയ്ക്കഡ് സീഡ്. എന്തുകൊണ്ടാണ് നെയ്ക്കഡ് സീഡ് എന്ന് പറയുന്നത്? അവരെ കവർ ചെയ്തുകൊണ്ട് പഴങ്ങളില്ല, ഫ്രൂട്ട്സ് ഇല്ല. സീഡ് അങ്ങനെ തന്നെ അൺകവേർഡായിട്ട് തുറന്നിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ജിംനോസ്പേമിൻ്റെ സീഡ്. ഓക്കെ, ഇനി ഇവർക്ക് സൈലം വെസലുകളൊന്നും ഇല്ല, അതായത് സംവഹന കലകളില്ല. അപ്പം അതിന് ഉദാഹരണമാണ് ജിംനോസ്പേമിന് ഉദാഹരണമാണ് സൈക്കസ് പൈൻ. ഓരോ വിഭാഗത്തിൻ്റെയും ഉദാഹരണങ്ങൾ ആയിട്ടുള്ള ചെടികളുടെ പേര് പഠിക്കണം കേട്ടോ. സൈക്കസ് പൈൻ. ഇപ്പോൾ ജിംനോസ്പേമിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് നമ്മൾ പഠിച്ചത്? ഇവരുടെ പ്രത്യുൽപാദന അവയവം. ജിംനോസ്പേമിൻ്റെ പ്രത്യുൽപാദന അവയവം എന്ന് പറയുന്നത് കോണുകളാണെന്ന് പഠിച്ചു.
ആൺ സസ്യത്തിന് ആൺ കോണുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ കോൺസാണ്. ഫീമെയിൽ കോൺസും അതുപോലെ തന്നെയുണ്ട്. ഇനി ആൺ കോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രത്യുൽപാദന കോശമാണ് പോളൻ അഥവാ പരാഗരേണു. പെൺ കോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രത്യുൽപാദന കോശമാണ് അണ്ഡം അഥവാ ഓവ്യൂൾ. ഇവർ ഫെർട്ടിലൈസേഷൻ നടത്തി ബീജസങ്കലനം നടത്തി എന്തുണ്ടാകുന്നു? ഇവർക്ക് ഒരു വിത്ത് അഥവാ സീഡ് ഉണ്ടാവുന്നു. സീഡ് ഉണ്ടാവുന്നു. ഈ സീഡിൻ്റെ പ്രത്യേകതയാണ് എന്ത്? ഫ്രൂട്ട്ലെസ്, അതായത് ഫലം ഇല്ല. ഇവർക്ക് ഈ സീഡിന് ഫലം ഇല്ല. അതുകൊണ്ട് ഇത്തരം സീഡ്സ് നെയ്ക്കഡ് സീഡ് എന്ന് അറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സംവഹന കലകളില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജിംനോസ്പേമിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ആൻജിയോസ്പേംസ്. പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങളുള്ളത്. ഇതാണ് നമ്മുടെ പുഷ്പിക്കുന്ന സസ്യങ്ങൾ. അതായത് നമ്മൾ നോർമലി നമുക്ക് ചുറ്റും കാണുന്ന ഒട്ടുമിക്ക ചെടികളും ഇതാണ്, ആൻജിയോസ്പേംസ് ആണ് പൂക്കളുള്ളത് അല്ലേ. അപ്പം സപുഷ്പികളായിട്ടുള്ള സസ്യങ്ങൾ, ഇവരുടെ പ്രത്യുൽപാദന ഭാഗങ്ങൾ പൂക്കളായിരിക്കും. ആൻജിയോസ്പേമിൻ്റെ പ്രത്യുൽപാദന ഭാഗം പൂക്കളായിരിക്കും. വിത്തുകളെ പൊതിഞ്ഞ് ഫലങ്ങൾ കാണപ്പെടുന്നു. ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് ചുറ്റും കാണുന്നതിൽ മിക്കവാറും അങ്ങനെയല്ലേ. ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്. സങ്കീർണമായ സംവഹന കലകൾ ഏതൊക്കെയാണ്? സൈലം, ഫ്ലോയം. ഇത്രയാണ് സംവഹന കലകൾ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, വളരെ സങ്കീർണമാണ് ഈ ആൻജിയോസ്പേംസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ആൻജിയോസ്പേമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ചെമ്പരത്തി, മാവ്, തെങ്ങ്, നമുക്ക് ചുറ്റുമുള്ള ഒട്ടുമിക്കതും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വർഗീകരണത്തിലെ വ്യത്യാസമാണ് കേട്ടോ. ആദ്യകാലങ്ങളിൽ കിങ്ഡം പ്ലാന്റയെ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഇങ്ങനെ 5 ഡിവിഷനുകളായിട്ടായിരുന്നു തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മുൻപ് ഈ കിങ്ഡം പ്ലാന്റയെ തരംതിരിച്ചത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? കിങ്ഡം പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പഠിച്ചത്? ഇപ്പം പഠിച്ചത് എങ്ങനെയാണ്? കിങ്ഡം പ്ലാന്റ്. ഇതിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ആൽഗ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, പിന്നെ ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഈ 5 കാര്യങ്ങളായിരുന്നു നമ്മൾ ഇപ്പോൾ പഠിച്ചത് അല്ലേ. ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഓക്കെ, പക്ഷേ ആദ്യകാലങ്ങളിൽ പണ്ട് ഇവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റയെ താലോഫൈറ്റ, പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ താലോഫൈറ്റ എന്ന് പറയുന്നൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു കിങ്ഡം പ്ലാന്റയ്ക്ക്. ഇതെവിടെ പോയി? അതായത് ഈ താലോഫൈറ്റയിൽ ഉൾപ്പെട്ടിരുന്ന സസ്യങ്ങളാണ് ഫംഗസും ആൽഗയും. താലോഫൈറ്റയിൽ ഉൾപ്പെട്ടിരുന്ന സസ്യവിഭാഗങ്ങളായിരുന്നു ഫംഗസും ആൽഗയും. പക്ഷേ പിന്നീട് മനസ്സിലായി ഈ ഫംഗസിനെ സസ്യവിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളല്ല ഈ ഫംഗസ് എന്ന് മനസ്സിലായി. കാരണം എന്താ? ആൽഗയെ പോലുള്ള സസ്യങ്ങൾ എന്താണ്?
സ്വപോഷികളാണല്ലേ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവരാണ്. അതായത് ഇവർ ഓട്ടോട്രോഫ്സ് ആണ്, അല്ലെങ്കിൽ സ്വപോഷികളാണ്. പക്ഷേ ഫംഗസ് അങ്ങനെയാണോ? ഫംഗസ് അങ്ങനെയുള്ളൊരു സസ്യമല്ല. ഇതൊരു പരപോഷിയാണ് ഫംഗസ്. അപ്പോൾ ഇവരെ ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ ഒരേ ഡിവിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ആദ്യകാലത്ത് പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിന് താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പം, ആൻജിയോസ്പം, അങ്ങനെ 5 ഡിവിഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഈ താലോഫൈറ്റയിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു ഫംഗസും ആൽഗയും. ഫംഗസും ആൽഗയും. പക്ഷേ ഫംഗസും ആൽഗയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെ ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. മാത്രമല്ല 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഫംഗസിനൊരു പ്രത്യേക കിങ്ഡം തന്നെയുണ്ട്, ഇല്ലേ? മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗസ്, പ്ലാന്റ്, അനിമേലിയ, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായി? പ്ലാന്റ് എന്ന് പറയുന്ന ഈ കിങ്ഡത്തിന് ഫംഗസ് പോയപ്പോൾ താലോഫൈറ്റിൽ ആൽഗെ മാത്രമായില്ലേ? അങ്ങനെയാണ് ഇവിടെ ആൽഗെ വരുന്നത്. ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കിങ്ഡം പ്ലാന്റയെ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പം, ആൻജിയോസ്പം എന്നിങ്ങനെ 5 ഡിവിഷനിലാണ് തരംതിരിച്ചിരുന്നത്. താലോഫൈറ്റയിൽ ആൽഗയും ഫംഗസും ഉൾപ്പെട്ടു. എന്നാൽ പിന്നീട് വന്ന വർഗീകരണ രീതികളിൽ ഫംഗസുകളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇവർ പ്രത്യേകം കിങ്ഡം അല്ലേ? പുതിയ വർഗീകരണ രീതികളിൽ പലതിലും ചില ആൽഗകളെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലും ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. സസ്യങ്ങളുമായി ധാരാളം സവിശേഷതകൾ പങ്കിടുന്ന ആൽഗകളെ കിങ്ഡം പ്ലാന്റയിൽ തന്നെ ഉൾപ്പെടുത്തിയും വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്നുമില്ല. വർഗീകരണത്തിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ താലോഫൈറ്റ എന്നായിരുന്നു പ്ലാന്റയുടെ അണ്ടറിൽ വന്ന ഫസ്റ്റ് ഡിവിഷൻ. പിന്നീട് ആ താലോഫൈറ്റിൽ വന്നത് ആൽഗയും ഫംഗസും ആയിരുന്നു. പിന്നീട് ഫംഗസ് അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് കണ്ടെത്തി ആൽഗ മാത്രമായി. അതുകൊണ്ട് ഇന്ന് കാണുന്ന ക്ലാസിഫിക്കേഷൻ ആൽഗ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പം, ആൻജിയോസ്പം. ഇത്രയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ 3 പിക്ചറും. അതായത് പുതിയ സ്പീഷീസിനെ കണ്ടെത്തി നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് നെല്ലിയാമ്പതിയിൽ. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ടാണ് സാന്ദ്രാകോട്ടസ് വിജയകുമാരി. സാന്ദ്രാകോട്ടസ് വിജയകുമാരി. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സാന്ദ്രാകോട്ടസ് വിജയകുമാരി ഏതിനം ജീവിയാണ്? വണ്ടാണ്. എവിടെയാണ് കണ്ടെത്തിയത്? നെല്ലിയാമ്പതിയിലാണ് കേട്ടോ. ലിറ്റ്സിയ വാഗമോണിക്ക. നോക്കൂ, ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ്. വാഗമൺ, ഇടുക്കി ജില്ലയിൽ വാഗമണിൽ കണ്ടെത്തിയ കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട പുതിയ സസ്യമാണ് കേട്ടോ. അതൊരു സസ്യമാണ്, ലിറ്റ്സിയ വാഗമോണിക്ക. ലിറ്റ്സിയ അല്ലേ, പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയൊരു പേരാണല്ലേ, ലിറ്റ്സിയ വാഗമോണിക്ക. വാഗമണിൽ നിന്ന് കണ്ടെത്തിയ ഒരു സസ്യം. ബ്രൂസിത്തോവ ഇസ്രോ. ISROനെ മെമ്മറൈസ് ചെയ്തിട്ടില്ലേ? ISROയെ അത് തന്നെയാണ് കേട്ടോ. ISROനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇസ്രോ അത് പറയുന്നത് കേട്ടോ. ബ്രൂസത്തോവ ഇസ്രോ. കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാദജീവി. അപ്പം ഇത് 2024 ഇത് കണ്ടെത്തുന്നത്. ആ സമയത്ത് നമ്മുടെ ISRO മിഷൻസൊക്കെ സക്സസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അതിന് പേരിട്ടത് കേട്ടോ, ബ്രൂസത്തോവ ഇസ്രോ. അപ്പോൾ സാന്ദ്രാകോട്ടസ് വിജയകുമാരി നെല്ലിയാമ്പതിയിലെ വണ്ട്, ലിറ്റ്സിയ വാഗമോണിക്ക ഇടുക്കി വാഗമണിൽ കണ്ടെത്തിയ ഒരു സസ്യം, ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറയുന്നത് കൊല്ലത്ത് കണ്ടെത്തിയ ഒരു പരാദജീവി. എന്താണ് പരാദജീവി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാദം എന്ന് വെച്ചാൽ എന്താണ്? പാരസൈറ്റാണ്. അതായത് മറ്റുള്ള ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ, മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് പരാദജീവികൾ. അപ്പോൾ ബ്രൂസത്തോവ ഇസ്രോ എന്താണ്? ഒരു പരാദജീവിയാണ് കേട്ടോ. കൊല്ലം കടൽ തീരത്ത് കണ്ടെത്തി. ഇനി പുതിയ ജീവിയെ കണ്ടെത്തിയാൽ എന്താ ചെയ്യുക?
മൈൻഡ് ചെയ്യാണ്ടിരിക്കണോ? പുതിയ ജീവിയെ കണ്ടെത്തിയാൽ നമ്മൾ അതിനെ പരിശോധിക്കുക. എങ്ങനെ നമ്മളല്ല പരിശോധിക്കുന്നത്, ബയോളജിസ്റ്റ് ഉണ്ടല്ലേ, അതിന് ആ ഒരു ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അവരെന്താണ്, അതിൻ്റെ ജനിതക ഘടനയും അതിൻ്റെ എല്ലാ തരം സവിശേഷതകളും അതിൻ്റെ ബാഹ്യപ്രകൃതി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സ്ട്രക്ചർ അല്ലേ, അതിനെ കാണാൻ എങ്ങനെയുണ്ട്, ബാഹ്യപ്രകൃതി, അതിൻ്റെ ശരീരഘടനയിലെ സവിശേഷതകൾ, ജൈവ കണികകൾ, DNA പോലുള്ള പ്രോട്ടീൻസ്, ജീൻസ്, ഇതിനെല്ലാം താരതമ്യം ചെയ്ത് നിലവിലുള്ള ജീവികളിലെ ഏതുമായിട്ടാണ് ഇത് കൂടുതലായിട്ട് മാച്ച് ആവുന്നത് അങ്ങനെ നോക്കി അവരുടെ സ്പീഷീസിലേക്ക് DNA താരതമ്യപ്പെടുത്തിയിട്ട് അതിനെ വിശകലനം ചെയ്ത് എന്തെങ്കിലും ജനിതക വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ജനിതകമായ എന്തെങ്കിലും സാമ്യങ്ങൾ ഇപ്പം നമുക്ക് നിലവിലുള്ള ജീവികളുമായിട്ട് കണ്ടെങ്കിൽ അവരുടെ സ്പീഷീസിൽ ഉൾപ്പെടുത്തും. അല്ല, നിലവിലുള്ള ജീവികളുമായിട്ട് ഏതുമായും ഒരു സാമ്യവും ഇല്ല എങ്കിൽ പുതിയ സ്പീഷീസിൽ പെട്ടതാണെന്ന് ഉറപ്പാക്കാം. കണ്ടോ, ഗണ്യമായ ജനിതക വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജീവി ഒരു പുതിയ സ്പീഷീസിൽ പെട്ടതാണെന്ന് ഉറപ്പാക്കാം. ഇങ്ങനെയാണ് നമ്മൾ പുതിയൊരു ജീവിയെ കണ്ടെത്തി എന്ന് പറയുന്നത്. ഈ കണ്ടെത്തൽ അന്തർദേശീയ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ശാസ്ത്ര സമൂഹത്തിന് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു ഒരു ന്യൂ സ്പീഷീസിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണോ ചെയ്യുക? അല്ല, എന്താ ചെയ്യുക? അവരെ ഒരു ഇൻ്റർനാഷണൽ സയൻസ് ജേണലിൽ അല്ലേ, അന്തർദേശീയ ശാസ്ത്ര ജേണൽ, ഇതിൽ ഈ ഒരു പോയിന്റ് ആലോചിച്ച് വെച്ചാൽ മതി. അന്തർദേശീയ ശാസ്ത്ര ജേണൽ, ഇതിലാണ് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. പുതിയ ന്യൂ സ്പീഷീസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ബുക്ക് ഏതാണ്? ഓപ്ഷനിലുണ്ടാവും, റെഡ് ഡാറ്റ ബുക്ക് എന്നൊക്കെ ഉണ്ടാകും. അങ്ങനെയൊന്നും മാറിപ്പോകരുത്. അന്തർദേശീയ ശാസ്ത്ര ജേണലിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതാണ് ഒരു പുതിയ ജീവിയെ കണ്ടെത്തിയാൽ ചെയ്യുന്നത്. അടുത്തത് വൈറസുകളും വർഗീകരണവും. ഇപ്പം നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലേ. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ബാക്ടീരിയകളുടെ ഗ്രൂപ്പ് വരുന്ന മുണീറയുണ്ട്, ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന പ്രൊട്ടിസ്റ്റയുണ്ട്, പിന്നെ ഫംഗസ് ഉണ്ട്. അപ്പോൾ ഈ വൈറസ് എവിടെ പോയി? വൈറസ് ഏത് ഗ്രൂപ്പിലുള്ളത്? ഏത് കിങ്ഡത്തിലാണ് വൈറസുകളുള്ളത്? നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. എന്തുകൊണ്ടാ? ഇവരെ ഏതിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതെന്താണെന്ന് നോക്കാം കേട്ടോ. 6 കിങ്ഡം വർഗീകരണത്തിൽ എവിടെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവയാണ് വൈറസുകൾ. എന്നാൽ അവയുടെ വിഘടന രീതികൾ, അതായത് അവരുടെ വിഘടന രീതി എന്താണ്? ബാക്ടീരിയ ഒക്കെ എങ്ങനെയാണ് വിഘടിച്ചിട്ടാണ് അവർ അവരുടെ സെല്ല് ഫ്രാഗ്മെൻറ്റേഷൻ വഴി അല്ലെങ്കിൽ വിഘടിച്ചിട്ടാണ് പുതിയ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ വിഘടന രീതികൾ, ജീനുകൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് വൈറോളജിസ്റ്റുകളും ടാക്സോണമിസ്റ്റുകളും വൈറസുകളെ തരംതിരിച്ച് അവയ്ക്കായി മാത്രമുള്ള ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവയെ തരംതിരിച്ചിട്ടുണ്ട്. വൈറസിന് മാത്രമായിട്ട് ഫാമിലി, ജീനസ്, സ്പീഷീസ് ഒക്കെ ഉണ്ട്. വൈറസുകളുടെ ഇത്തരം വർഗീകരണം അവയുടെ സ്വഭാവം, അതായത് ഈ വൈറസിന് മാത്രമായിട്ട് ഫാമിലിയും സ്പീഷീസും ഉണ്ട്. അല്ലാതെ ഈ പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലോ അല്ലെങ്കിൽ അനിമേലിയ കിങ്ഡത്തിലോ ഫംഗസിലോ പ്രൊട്ടിസ്റ്റയിലോ മൊണേറയിലോ ഒന്നും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. അവർക്ക് അവരുടെ ലോകം. അപ്പം ഇതിനെ അവരുടെ സ്വഭാവവും അവരുടെ ഈ ഒരു സവിശേഷതകളെല്ലാം പഠന വിധേയമാക്കി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറസിനെ. ഓക്കെ, പിന്നെ വൈറസ് രോഗങ്ങളെ തുരത്താനൊക്കെ ഉള്ള മാർഗങ്ങൾ വികസിപ്പിക്കാനും ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കും. വൈറസുകളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഇനി ഈ വൈറസുകൾക്ക് കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം എന്നിവയില്ലാത്ത സൂക്ഷ്മഘടനയാണ് വൈറസുകൾക്കുള്ളത്. സാധാരണ എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട്? ഇതൊരു കോശം സിംപ്ലി ഞാൻ വരയ്ക്കുകയാണ്. ഒരു കോശത്തിന് എന്തുണ്ട്? സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ റൈബോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സാധാരണ ഒരു കോശത്തിൽ, ഒരു ജന്തുകോശമാണെന്ന് വിചാരിക്കുക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്, പിന്നെ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യമുണ്ട് അല്ലേ. ഈ കോശദ്രവ്യത്തിലാണ് ഈ കോശാംഗങ്ങൾ, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതൊക്കെയാണ് കോശാംഗം. ഇതെല്ലാം കിടക്കുന്നത് സെൻറ്ററിലായിട്ട് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം ഈ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിന്, ഈ ഒരു ജീവിക്ക് എന്തില്ല? ഇത്തരം സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു ജീവിയാണെന്നേ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം എന്താണെന്ന് നോക്കാം. അപ്പം
ഈ കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം എന്നിവ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് വൈറസുകൾക്കുള്ളത്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ട്രക്ചർ. ഇവരുടെ പ്രത്യേകത, ഇവരുടെ ശരീരം ഒരു എക്സ്റ്റേണലി ഒരു കവറിങ് ഉണ്ട് ഇവർക്ക്. ആ കവറിങ്ങിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡ്. അപ്പോൾ വൈറസുകളുടെ ഇതൊരു പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു വൈറസിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കവചമുണ്ട്. ഈ കവചത്തെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ക്യാപ്സിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ഇനി ഇതിനകത്തുള്ള ജനിതക വസ്തുക്കൾ DNA അല്ലെങ്കിൽ RNA കാണപ്പെടുന്നു. എവിടെ? ഈ ക്യാപ്സിഡിനകത്ത് ജനിതക വസ്തു കാണപ്പെടുന്നു. ജനിതക വസ്തു എന്ന് വെച്ചാൽ DNA ആവാം, RNA ആവാം. RNA വൈറസും ഉണ്ട്, RNA വൈറസും ഉണ്ട്, DNA വൈറസും ഉണ്ട്. ജനിതക വസ്തു RNA ആണെങ്കിൽ അത് RNA വൈറസ്, ജനിതക വസ്തു DNA ആണെങ്കിൽ DNA വൈറസ്. നമ്മുടെ കൊറോണ വൈറസൊക്കെ RNA വൈറസാണ് കേട്ടോ. മോസ്റ്റ്ലി വൈറസ് എല്ലാം RNA വൈറസാണ് കൂടുതലും. സസ്യങ്ങളും ജന്തുക്കളും ബാക്ടീരിയകളും ആർക്കിയകളും അടക്കമുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ഇവ ബാധിക്കുന്നു. നമ്മളിപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ജീവികളുണ്ടെന്ന് പഠിച്ചല്ലേ. അപ്പം ഈ വൈറസുകളൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരെ ബാധിക്കുക. ഇത് ആക്ച്വലി ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്തൊരു സാധനമാണ്. ഇതൊരു ജീവകോശത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്തായി മാറുന്നത്? ആക്റ്റീവ് ആകുന്നത്. അവർ അവിടെ പെരുകാൻ തുടങ്ങും, മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പം ഇവർക്ക് എന്തുകൊണ്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് പ്രത്യുൽപാദനം നടത്താനും പരിസ്ഥിതിയോട് പ്രതികരിക്കാനും വളരാനും ഉപാപചയ പ്രക്രിയകൾ നടത്താനുമുള്ള കഴിവുള്ളവരെയാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യുൽപാദനം നടത്താനും പരിസ്ഥിതിയോട് റെസ്പോണ്ട് ചെയ്യാനും പ്രതികരിക്കാനും എല്ലാതരം ലൈഫ് ആക്ടിവിറ്റീസ് നടത്താനും ഒക്കെ കഴിവുള്ളവരെയാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ വൈറസിന് ആ കഴിവില്ല. ഒരു ആതിഥേയ കോശത്തിൻ്റെ സഹായമില്ലാതെ അവർക്ക് പെരുകാനാവില്ല. ഇവർക്ക് എന്ത് വേണം? ഒരു ആതിഥേയ കോശം ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് പെരുകാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ആ ആതിഥേയ കോശത്തിനകത്തായിരിക്കും ഇവർ ജീവിക്കുക. അല്ലാതെ പുറത്തിരിക്കുമ്പോൾ ഇവർക്ക് എന്തില്ല? അവർ നിർജീവമാണ്. ഇത്തരത്തിലുള്ള സവിശേഷ സ്വഭാവങ്ങൾ കൊണ്ട് നിലവിലുള്ള 6 കിങ്ഡം വർഗീകരണത്തിലെ ഒരു വിഭാഗത്തിലും ഇവയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം വൈറസുകളെ വർഗീകരണത്തിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണ്? പ്രത്യുൽപാദനം നടത്താനും പരിസ്ഥിതിയോട് പ്രതികരിക്കാനും ഉപാപചയ പ്രക്രിയകൾ നടത്താനുമുള്ള കഴിവുള്ളവരെ മാത്രമാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈറസുകൾക്ക് അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് അവരെ വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പരിണാമവൃക്ഷമാണ് കേട്ടോ. പരിണാമവൃക്ഷം എന്താണ്? പരിണാമവൃക്ഷം നമുക്കറിയാം അല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരെന്ന മനുഷ്യർ, ആധുനിക മനുഷ്യൻ, നമ്മൾ ഇങ്ങനെയാണോ ഈ ഭൂമിയിൽ നമ്മൾ ഈ കോലത്തിലാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യ വിഭാഗത്തിൻ്റെ രൂപം ആദ്യമേ തന്നെ ഇങ്ങനെ ആയിരുന്നു? ആദ്യത്തെ മനുഷ്യൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. ഇത് പരിണമിച്ചുണ്ടായതാണ്. അതായത് ഒരുപാട് മാറ്റങ്ങൾ. പരിണാമം എന്താണ്? പരിണാമം PSC പരീക്ഷയ്ക്ക് പഠിക്കാറില്ലേ? പരിണാമവും പരിമാണവും അല്ലേ? മലയാളത്തിൽ അർത്ഥവ്യത്യാസം. പരിണാമം മാറ്റമാണ്, പരിമാണം അളവാണ് കേട്ടോ. അളവാണ്. നമുക്കിവിടെ പരിമാണം പഠിക്കേണ്ട, പരിണാമം പഠിച്ചാൽ മതി. അപ്പം ഒരുപാട് പരിണാമ പ്രക്രിയകൾക്ക് വിധേയമായതിനു ശേഷമാണ് ഇന്ന് കാണുന്ന ഓരോ സ്പീഷീസും ഉണ്ടായിരിക്കുന്നത്. മനുഷ്യരടക്കം ഓരോ ജീവികളും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ശരീരഘടനയിലും സ്വഭാവ സവിശേഷതകളിലും ബാഹ്യപ്രകൃതിയിലും ആന്തരികമായ ഘടനയിലും അല്ലെങ്കിൽ ജനിതക ഘടനയിലും എല്ലാം ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഒരുപാട്
പ്രക്രിയകൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളും ഇന്ന് കാണുന്ന ഓരോ സ്പീഷീസും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഒരു വൃക്ഷത്തിലെ ശാഖകളായി ചിത്രീകരിക്കാം. പല ജീവികളും ഇപ്പം ഒരു ജീവി നമ്മൾ മനുഷ്യർ, ആധുനിക മനുഷ്യർ, മറ്റൊരു ജീവിയുമായി വളരെയധികം സിമിലറാണ്. ആരാണ്? കുരങ്ങ്, മങ്കീസ് അല്ലേ? നമ്മുടെ പൂർവികരാണെന്ന് പറയും. സത്യമായും അത് ശരിക്കുമായിട്ടുള്ള കാര്യമാണ്. അതായത് പരിണാമ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് മനുഷ്യരുണ്ടായി. പക്ഷേ ഒരിക്കലും കുരങ്ങിൽ നിന്ന് ആധുനിക മനുഷ്യനുണ്ടായി എന്ന് പറയരുത്. നമ്മൾ ആധുനിക മനുഷ്യരാണ് അല്ലേ? അപ്പോൾ കുരങ്ങിൽ നിന്ന് ആധുനിക മനുഷ്യനുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കുരങ്ങ് എന്ന് പറയുന്ന മങ്കീസ് അല്ലെങ്കിൽ കുരങ്ങ് എന്ന് പറയുന്ന ആ ജീവി വർഗത്തിൽ നിന്നാണ് ഹോമോ എന്ന ജീനസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഹോമോ സാപ്പിയൻസാണ്. ആദിമ മനുഷ്യനല്ല കേട്ടോ, ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹോമോ സാപ്പിയൻസ്. ഹോമോ ജീനസ് പേരാണ്, ജീനസ് നെയിമാണ്. സാപ്പിയൻസ് ആണ് സ്പീഷീസ്. ഓക്കെ, സ്പീഷീസ് ആയിരിക്കും, എല്ലാത്തിലും സ്പീഷീസ് ആയിരിക്കും ഒരുപോലെ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി കാണിക്കുക, സാമ്യത കാണിക്കുക. ഇതിനു നമുക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള മനുഷ്യരുടെ നമ്മുടെ പൂർവികരുണ്ട്. ഹോമോ ഇറക്ടസ് ഉണ്ട്, ഹോമോ ഹാബിലസ് ഉണ്ട്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല. പക്ഷേ ഇതറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു പരിണാമ വൃക്ഷം വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ആധുനിക മനുഷ്യൻ ഹോമോ സാപ്പിയൻസാണ്. നോക്കൂ, ഹോമോ നമ്മളെല്ലാവരും ഒരേ ജനസാന്ന് പറയും അല്ലേ, ജീനസാണ്. പക്ഷേ നമ്മുടെ വളരെ പെക്യുലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രത്യേകത സാമ്യതയുള്ള സ്വഭാവങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം വേറെ സ്പീഷീസാണ്. ഇറക്ടസ് ഒരേപോലെ സ്വഭാവം കാണിക്കുന്ന ഹോമോ ജീനസിൽപ്പെടുന്ന ഒരു തരം മനുഷ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയേക്കാവുന്ന ഈ ഒരു കുരങ്ങിൻ്റെയൊക്കെ ഒരു മോഡിഫൈഡ് രൂപം ആണ്. അതുപോലെ ഹാബിലസ്. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, ഈ ഹോമോ എന്ന ജീനസിലെ സാപ്പിയൻസ് എന്ന സ്പീഷീസ്, അതായത് നമ്മൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഹോമോ ഇറക്ടസും ഹോമോ ഹാബിലസും എല്ലാം വംശനാശം വന്ന് അവരില്ല, ഇപ്പോൾ അവർ പോയി. ഓക്കെ, അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ഓരോ സ്പീഷീസും ഉണ്ടായിരിക്കുന്നത്. അപ്പം തീർച്ചയായും മൃഗങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങൾ മാത്രമല്ല ജീവികൾ തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ ആധുനിക മനുഷ്യർ കുരങ്ങുമായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ കുരങ്ങാണോ? ബന്ധമുണ്ടെന്ന് കരുതി അല്ലെങ്കിൽ സാമ്യമുണ്ടെന്ന് കരുതി നമ്മൾ കുരങ്ങാണോ? അല്ല. കുരങ്ങ് എന്ന് പറയുന്ന ഒരു ജീവി വർഗത്തിൽ നിന്നും നമ്മൾ ഇവോൾവായി അല്ലേ, പരിണമിച്ചവരാണ്. അപ്പം ഇവരിൽ നിന്നും പരിണമിച്ചവരാണ് മനുഷ്യർ. കുരങ്ങിന് 4 കാലുണ്ട്, ഫ്രൂട്ട്സാണ്, പഴങ്ങളാണ് ഭക്ഷിക്കുന്നത്. അങ്ങനെ 4 കാലുള്ള പഴങ്ങൾ ഭക്ഷിക്കുന്ന വേറെയും ജീവികളൊക്കെ ഉണ്ട്. ഏതിൽ നിന്നോ ഇവോൾവ് ആയവരാണ് ഈ കുരങ്ങ്. റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഇങ്ങനെ വരച്ചു പോകുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളായിട്ട് നമുക്ക് ചിത്രീകരിക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് പരിണാമ വൃക്ഷം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ശാഖകൾ രൂപപ്പെടുന്ന എല്ലാത്തിനും ഒരു സോഴ്സ്, എല്ലാം ഉത്ഭവിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു റൂട്ടുണ്ട് അല്ലേ, ട്രീസ്. ആ മരത്തിന് ഒരു റൂട്ടുണ്ട്, ഏറ്റവും കോമൺ ആയിട്ടുള്ള പൂർവികനുള്ള കോമൺ ആൻസിസ്റ്റർ എന്ന് പറയും. ഒരു പൊതു പൂർവികൻ, എല്ലാ ജീവികൾക്കും കൂടെ ഒരു പൊതു പൂർവികനുണ്ട്. അപ്പം അതാണ് ആ വൃക്ഷത്തിൻ്റെ റൂട്ട്. അപ്പം അങ്ങനെ പരിണാമ ബന്ധത്തെ ചിത്രീകരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രമാണ് പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, പരിണാമ വൃക്ഷം. ഇവിടെ ഓരോ ശാഖകളും പൂർവിക ജീവികളെയാണ് സൂചിപ്പിക്കുക. ശാഖകൾ ഉണ്ടാവുന്നത് എവിടെ നിന്നാണോ അത് പൂർവിക ജീവികൾ ആണെന്നാണ് പറയുന്നത്. പൂർവിക ജീവികൾ ഉണ്ടായിരുന്നു, ആ ഒരു ജീവിക്ക് പൂർവിക ജീവി ഉണ്ടായിരുന്നു എന്നാണ് ശാഖകൾ സൂചിപ്പിക്കുന്നത്. പരിണാമ ബന്ധങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെ വർഗീകരണം കൂടുതൽ കൃത്യമായി തീരും. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ വർഗീകരണ പഠനങ്ങളിൽ പരിണാമവൃക്ഷം നിർണായക പങ്ക് വഹിക്കുന്നു. നോക്കൂ, അത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഈ 2 ചിത്രങ്ങളും പഠിക്കുന്നതോടെ അത് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. പറഞ്ഞുതരാം.
ഇത് ഞാൻ ജസ്റ്റ് ഇത് ഹോമോ ഇറക്ടസ് ആണ്. ഈ ഒരു ഇത് ഹോമോ ഇറക്ടസ് മനുഷ്യരെ പോലെ തന്നെ ഇല്ലേ, എന്നാൽ സിമിലർ ടു മങ്കീസ് ഓൾസോ അല്ലേ, കുരങ്ങുമായിട്ടും ബന്ധമുണ്ട് കാണുമ്പം. അപ്പം ആദ്യം മങ്കി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കുരങ്ങ് അതിങ്ങനെ പരിണമിച്ച് ഇതാ ഈ ഒരു രൂപത്തിലെത്തി. നമ്മുടെ ഇന്നത്തെ ആധുനിക മനുഷ്യനായിട്ടില്ല, സാപ്പിയൻസ് ആയിട്ടില്ല, പക്ഷേ ഹോമോ എന്ന ജീനസിലേക്ക് എത്തി. പക്ഷേ ഇറക്ടസ് ആണ് അവരുടെ സ്പീഷീസ്. അവർ നശിച്ചുപോയി, ഇപ്പം ഇല്ല. പിന്നെ അതുപോലെ ഹോമോ ഹാബിലസ് നോക്കൂ, അവരും ഏകദേശം മനുഷ്യരെ പോലെയാണ്, പക്ഷേ ശരീരമാസകല ഹെയർസാണ് അവർക്കല്ലേ, കുരങ്ങനെ പോലെ. അപ്പം അങ്ങനെ ഇതിന്നൊക്കെ ഭയങ്കരമായി മോഡിഫൈ ചെയ്ത് ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ പരിണമിച്ചിട്ടാണ് നമ്മളുണ്ടായിരിക്കുന്നത്. അത് ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടിയാണ് ആ ചിത്രം തന്നേക്കുന്നത് കേട്ടോ. നമുക്കിത് പഠിക്കാം, പരിണാമവൃക്ഷം. അപ്പം തലയോട് ഉള്ള ജീവികൾ നമ്മൾ കുറച്ചൊരു 4 ജീവികളെ ഇവിടെ എടുത്തിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമാണത്. 4 ജീവികളെ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മാത്രം ഡിസ്കസ് ചെയ്യാം. തലയോടുള്ള ജീവികൾ എന്ന് നോക്കുമ്പോൾ ലങ് ഫിഷിനുണ്ട് തലയോട്, പല്ലിക്കുണ്ട്, നായക്കുണ്ട്, മനുഷ്യനുണ്ട്. ഇവർക്ക് 4 പേർക്കും തലയോടുണ്ട്. അപ്പോൾ ഈ തലയോട് എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ഈ ക്യാരക്ടർ 4നും ബാധകമാണ്. ഓക്കെ, ഇവിടെ വേറെ വേറെ നിറം കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് തലയോട് ബ്ലൂ കളറിൽ ലങ് ഫിഷിന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടം വരെയാണ്, അപ്പോൾ പല്ലിക്ക് മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥമില്ല. ഈ 4നും ബാധകമാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ വേറെ കളർ വേറെ കളർ യൂസ് ചെയ്തിരിക്കുന്നത്? കാരണം 4 ജീവികൾക്കും തലയോടുണ്ട്. ലങ് ഫിഷിനുണ്ട്, പല്ലിക്കുണ്ട്, നായക്കുണ്ട്, മനുഷ്യർക്കുണ്ട്. നമ്മൾ പറഞ്ഞു ശാഖകൾ പൂർവികരെ സൂചിപ്പിക്കുന്നു. അതായത് ഇവിടെ എത്തിയപ്പോൾ തലയോടുള്ള 4 ജീവികളും അത് സമ്മതിച്ചു. പക്ഷേ ഈ 4 എണ്ണത്തിൽ 3 എണ്ണത്തിന് എന്തുണ്ട്? മുൻകാലുകളുണ്ട്. ഇപ്പം നമുക്ക് മുൻകാലുണ്ടോ എന്ന് സംശയമാണല്ലേ മനുഷ്യർക്ക്? തീർച്ചയായും ഉണ്ട്. നമ്മുടെ കൈകളാണ് നമ്മുടെ മുൻകാലുകൾ എന്ന് പറയുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം മുൻകാലുകളുള്ള ഈ 3 ജീവികളെ കണ്ടെത്തി. അതായത് ആധുനിക മനുഷ്യൻ്റെ കാര്യമല്ല, നമ്മൾ മനുഷ്യൻസ് ഹോമോ എന്നൊരു ജീനസിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഈ മുൻകാലുകൾ, മനുഷ്യരുടെ കൈകളാണ് മുൻകാലുകൾ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം മുൻകാലുകളുള്ള ജീവികൾ ഈ 3 എണ്ണമാണ്. ഓക്കെ, അങ്ങനെ ഈ 3 എണ്ണത്തിലും മുൻകാലുകളുണ്ട്. പക്ഷേ രോമങ്ങളും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നതുമായ 2 ജീവികളെ ഇതിലുള്ളൂ. ഈ ഔട്ട് ഓഫ് ഈ ഒരു 4 എണ്ണത്തിൽ ഈ 2 ജീവികൾ, അത് നായയും മനുഷ്യനും മാത്രമാണ് രോമങ്ങളും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നതായിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അത് നായ, മനുഷ്യൻ, രോമങ്ങളും പാലൂട്ടി വളർത്തുന്നവരുമായിട്ടുള്ള ജീവികൾ. അപ്പോൾ നമുക്ക് ഒരു ശാഖ ബ്രാഞ്ചസ് ആയിട്ട് പോവാണല്ലേ. തലയോടെന്ന് പറയുന്നത് കോമൺ ക്യാരക്ടറാണ് 4നും. മുൻകാലുകൾ ഈ 3 പേർക്കേ ഉള്ളൂ. ഓക്കെ, മുൻകാലുകൾ വേണ്ട. ഇനി രോമങ്ങളും പാലൂട്ടി വളർത്തുന്നു എന്ന ക്യാരക്ടർ എടുക്കുമ്പോൾ ഈ 2 പേർക്കേ ഉള്ളൂ. അങ്ങനെ പോകുന്നു പരിണാമവൃക്ഷം. അപ്പം ഇനി കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് ഈ ചിത്രം യൂസ് ചെയ്യാം കേട്ടോ. നോക്കുക, ഇവിടെ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. അതായത് ഒരു പൊതുവായ പൂർവികൻ ഇവിടെയുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ കുഞ്ഞു പരിണാമങ്ങൾ, ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് പെട്ടെന്ന് ആ പരിണാമ പ്രക്രിയക്കിടയിൽ അവിടെ എന്തുണ്ടായി? പുതിയ സ്പീഷീസ് ഉണ്ടാവുകയാണ്. 2 പുതിയ സ്പീഷീസ് ഉണ്ടായി. ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും 2 പുതിയ സ്പീഷീസ് ഉണ്ടായി. സ്പീഷീസ് എ ഉണ്ടായി, സ്പീഷീസ് ബി ഉണ്ടായി. ഇവർ തമ്മിൽ സംവാട്ട് സിമിലറാണ്. അതുകൊണ്ടാണ് അവർ ഒരേ ലീനിയേജിൽ വന്നത്, അതായത് ഒരേ ബ്രാഞ്ചിൽ വന്നത്. എ ഒരു സ്പീഷീസാണ്, ബി മറ്റൊരു സ്പീഷീസാണ്. എ ഒരു ജീവിവർഗമാണ്, ബി മറ്റൊരു ജീവിവർഗമാണ്. പക്ഷെ എന്നിരുന്നാലും അവർ തമ്മിൽ സാമ്യതകളുണ്ട്. അതുകൊണ്ട് അവർ ഒരേ ബ്രാഞ്ചിൽ വന്നു. ഓക്കെ, കോമൺ ആൻസസ്റ്റർ, പരിണാമ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ഒരു പുതിയ സ്പീഷീസായിട്ട് ഫോം ചെയ്തു. അതുപോലെ തന്നെ എയിൽ നിന്നും ബിയിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ട് മറ്റൊരു സ്പീഷീസ് ഉണ്ടായി, ജിയും എഫും. അപ്പോൾ സംശയം തോന്നാം, എന്തേ ഇവരെ കോമൺ ആൻസസ്റ്ററിൽ നിന്നും എ ഉണ്ടായി, ബി ഉണ്ടായി, എഫ് ഉണ്ടായി, ജി ഉണ്ടായി. അപ്പോൾ നമ്മുടെ സംശയമാണ്, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ 2 ബ്രാഞ്ചായിട്ട് പോയി? കോമൺ ആൻസസ്റ്ററിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായി, അപ്പോൾ എഫും ജിയും ഇവിടെ എഴുതിക്കൂടെ എന്നൊരു ഡൗട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എയും ബിയും കുറേയൊക്കെ സിമിലറാണ്, എഫും ജിയും കുറേയൊക്കെ സിമിലറാണ്. പക്ഷേ എ, ബി എന്നിവരോട്
ഒട്ടും സിമിലർ അല്ല എഫും ജിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഉണ്ടായി. പിന്നെ വീണ്ടും ഇവരുണ്ടായി എന്ന് വെച്ച് അവിടെ പരിണാമം സ്റ്റോപ്പ് ആവുന്നില്ല. വീണ്ടും എവല്യൂഷണറി ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോഴങ്ങനെ വന്ന് കുറേ പ്രക്രിയകളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും അടുത്ത സ്പീഷീസ് ഉണ്ടായി, സിയും ഡിയും. അപ്പം നേരത്തെ ഈ എഫും ജിയും ഉണ്ടായിട്ടുണ്ട്. ആ പരിണാമ പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇതിൽ നിന്ന് വേറൊരു ഈ എഫും ജിയുമായിട്ട് സാമ്യത പുലർത്തുന്ന മറ്റൊരു സ്പീഷീസ്. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ 7 സ്പീഷീസ് ഇവിടെ കേട്ടോ ഈ ഒരു ചിത്രത്തിൽ നിന്നും ഒരു പൂർവികനിൽ നിന്നും, ഒരു കോമൺ ആൻസസ്റ്റർ, പൊതു പൂർവികനിൽ നിന്നും എന്താണ് 7 പുതിയ സ്പീഷീസ് ഉണ്ടായി. അതിൽ തന്നെ ഒരേ ശാഖയിൽ കാണിക്കുന്നവർ സിമിലറാണ് എന്നർത്ഥം, ഏകദേശം സിമിലറാണ് എന്നർത്ഥം. കണ്ടോ, ഒരു ട്രീ പോലെ ഇവിടെ റൂട്ടുണ്ട്, കോമൺ ആൻസസ്റ്റർ റൂട്ടാണ്, ബ്രാഞ്ചസ് ഉണ്ട്, ശാഖോപശാഖകൾ ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പരിണാമവൃക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അതിൻ്റെ ഇത്രയും വലിയ വലിയ കാര്യമായിട്ട് അത് പഠിക്കാൻ നിൽക്കണ്ട. എന്താണ് പരിണാമവൃക്ഷം എന്ന് ചോദിച്ചാൽ ജീവികളുടെ പരിണാമബന്ധം ചിത്രീകരിക്കുന്ന ഡയഗ്രാം, ചിത്രീകരിക്കുന്നത് ഒരു പരിണാമവൃക്ഷത്തിലൂടെയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ് കേട്ടോ പരിണാമവൃക്ഷം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള DNA ബാർകോഡിങ്. എന്താണ് DNA ബാർകോഡിങ്? DNA ബാർകോഡിങ് കേട്ടിട്ടുണ്ടാവും അല്ലേ, DNA ബാർകോഡിങ് എന്നുള്ളത്. എന്താ DNA ബാർകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവികളെ വർഗീകരിക്കുന്നതിനുള്ള ഏറ്റവും ആധുനിക സങ്കേതമാണ് DNA ബാർകോഡിംഗ്. ജീവികളെ വർഗീകരിക്കാനായിട്ട് നമുക്ക് DNA ബാർകോഡിംഗ് ഉപയോഗിക്കാം. എന്താ DNA? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ജനിതക വസ്തുവാണ്. എല്ലാ ജീവികളുടെയും ജനിതക വസ്തുവാണ് DNA എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പം DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളെ വർഗീകരിക്കുന്ന ഏറ്റവും ആധുനിക സങ്കേതം. എങ്ങനെയെന്ന് നോക്കാം. DNAയിലെ തന്മാത്രാ ശ്രേണികൾ അഥവാ കോഡുകൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. ഈ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. DNA ബാർകോഡിംഗ് എന്താണ്? DNAയിലെ പ്രത്യേക തന്മാത്രാ ശ്രേണികൾ അഥവാ കോഡുകൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. അപ്പോൾ ഇവിടെ സംശയം വന്നു അല്ലേ, എന്തോ ഒരു സംശയം, എവിടെയോ ഒരു തകരാറ് പോലെ അല്ലേ. എന്താണ് തന്മാത്രാ ശ്രേണികൾ? എന്താണ് തന്മാത്രാ ശ്രേണികൾ? നമുക്കറിയാം, നമ്മുടെ ജനിതക വസ്തു അല്ലെങ്കിൽ ഒട്ടുമിക്ക ജീവികളുടെ എല്ലാ ജന്തുക്കളുടെയും ജനിതക വസ്തു DNA ആണ്. ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ DNA ആണ്. അതുകൊണ്ടാണ് അവരുടെ DNAയിൽ നിന്നുള്ള ആ ഒരു മെറ്റീരിയലാണ്, ജനറ്റിക് മെറ്റീരിയലാണ് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് മക്കൾ എല്ലാം എന്താണ് പാരൻസിനെ പോലെ സിമിലാരിറ്റി കാണിക്കുന്നത്. അപ്പം ഈ DNAയിൽ എന്തുണ്ട്? DNAയിൽ കോഡുകൾ അഥവാ തന്മാത്രാ ശ്രേണികൾ എന്ന് വെച്ചാൽ സ്വഭാവ സവിശേഷതകൾ നിർണ്ണയിക്കുന്ന, നമ്മുടെയൊക്കെ എല്ലാ ജീവികളുടെയും സ്വഭാവ സവിശേഷതകൾ നിർണ്ണയിക്കുന്ന പ്രത്യേകതരം കെമിക്കൽസ് ആണ്. അല്ലെങ്കിൽ ഈ കെമിക്കൽസ് നൈട്രജൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബേസസ് ആണ് അല്ലേ, ബേസിക് ക്യാരക്ടർ. അപ്പം നൈട്രോജീനസ് ബേസസ് DNA പഠിക്കുമ്പോൾ പഠിക്കും. നൈട്രോജനസ് ബേസസ് ആണ് എന്ത്? തന്മാത്രാ ശ്രേണികൾ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? വെറുതെ നൈട്രോജനസ് ബേസസിനെ തന്മാത്രാ ശ്രേണി എന്ന് പറയല്ല. നമുക്ക് പ്രധാനമായും 4 നൈട്രോജനസ് ബേസസ് ആണുള്ളത്. അഡിനിൻ A, തൈമിൻ T, ഗ്വാനിൻ, സൈറ്റോസിൻ.
നോക്കടാ, നമുക്ക് പ്രധാനമായും 4 നൈട്രോജനസ് ബേസാണുള്ളത്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പം ഇത്രയും നൈട്രോജനസ് ബേസ്. ഇതിനെ RNAയിലാണെങ്കിൽ നമ്മുടെ തൈമിന് പകരം യുറാസിനായിരിക്കും കേട്ടോ, യുറാസിനായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്നത് ജീനുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ജീനുകൾ, ഈ ജീനുകൾ കാണപ്പെടുന്നത് DNA-ക്കകത്താണ്. എല്ലാ ജീനുകളും പ്രോട്ടീനാണ്. ഇതൊക്കെ നമുക്ക് അറിയണം. 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഇതെല്ലാം. അപ്പം നിങ്ങൾ 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഇത് 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വളരെ സിമ്പിളായിട്ട് അതിനെ പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നമ്മൾ ചാപ്റ്ററിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. DNA-ക്കകത്ത് ജീനുണ്ട്. നമ്മുടെ കോശത്തിനകത്ത് സെൻറ്ററിലായിട്ട്, സപ്പോസ് ഇതാണ് കോശം എന്ന് വിചാരിക്കൂ. ഓക്കെ, ഇതൊരു കോശമാണ്, ഒരു സെല്ലാണ് അല്ലെങ്കിൽ കോശമാണ്. അതിനകത്ത് നമുക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് DNA. ഈ DNA-ക്ക് അകത്താണ് ജീനുകളുള്ളത്. ക്രോമസോം എന്നൊക്കെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നത്. DNA-ക്ക് അകത്ത് ജീനുകളുണ്ട്. ജീനുകളിൽ പ്രോട്ടീൻസ് ഉണ്ട്. അല്ലെങ്കിൽ ജീനുകൾ തന്നെ പ്രോട്ടീനാണ്. അല്ലെങ്കിൽ ജീനുകളിൽ കുറേ പ്രോട്ടീൻ ചേർന്നിട്ടാണ് ജീനുകൾ. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഇനി ജെനറ്റിക്സ് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൽ തെറ്റൊന്നുമില്ല. ജീനുകൾ പ്രോട്ടീനുണ്ട്. ഓരോ പ്രോട്ടീനും ആണ് നമ്മുടെ സവിശേഷതകൾ, നമ്മുടെ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവമല്ല, വേറെ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ നിർണ്ണയിക്കുന്നത് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസാണ്. ഓക്കെ, പ്രോട്ടീൻസാണ്. ഈ പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തന്മാത്രാ ശ്രേണികൾ, ഓക്കെ, ഈ പറഞ്ഞ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നീ തന്മാത്രാ ശ്രേണികൾ 3 യൂണിറ്റുകളായിട്ട് മാറും. അതായത് DNA-യിൽ നിന്നും RNA ഉണ്ടാകും. ഓക്കെ, RNA-യിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഈ പ്രോട്ടീനാണ് നമ്മുടെ സ്വഭാവ സവിശേഷത നിർണ്ണയിക്കുന്നത്. ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമാക്കാം. അത്രയൊന്നും 9ാം ക്ലാസ്സിൽ പഠിക്കാനില്ലെങ്കിൽ പോലും DNA എന്ന് പറയുന്നത് ഇരട്ട ഇഴയാണ്. 1, 2 ഇരട്ട ഇഴയാണ്. RNA സിംഗിൾ ഇഴയാണ്. ഇനി DNA-യിൽ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ, അഡിനിനും തൈമിനുമാണ് പെയേഴ്സ്, ഗ്വാനിനും സൈറ്റോസിനുമാണ് പെയേഴ്സ്. RNA-യിൽ സെയിം തിങ്, പക്ഷേ തൈമിന് പകരം യുറാസിനാണ്. അഡിനിനുണ്ട്, തൈമിന് പകരം യുറാസിൻ, പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ RNA-യിൽ നിന്നാണല്ലോ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഇനി ഈ പ്രോട്ടീൻ ഉണ്ടാകുന്നത് കാരണം ഇതിനകത്ത് ഈ RNA-യിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ തന്മാത്രാ ശ്രേണി, അതായത് തൈമിനുണ്ടാവില്ല എന്ന്. അഡിനിനും യുറാസിനും ഗ്വാനിനും സൈറ്റോസിനും ഈ 4 ഓരോരോ യൂണിറ്റുകളായിട്ട് കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 3 AUG ഇതൊരു പ്രോട്ടീനിൻ്റെ കോഡാണ്. CGU, UGC ഇങ്ങനെ 3 യൂണിറ്റുകളാണ് ഓരോ കോഡുകളും. ഇതൊക്കെ ഓരോ പ്രോട്ടീനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, അടുത്ത വർഷം പഠിക്കും. പക്ഷേങ്കിൽ അത് പറഞ്ഞാലേ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്കൂ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഈ തന്മാത്രാ ശ്രേണികൾ എന്ന് പറയുന്നത് ഈ ഒരു കോഡുകളാണ്. AUG, CGG അങ്ങനെ. അത് ഈ ഓരോ കോഡുകളും ഓരോ പ്രോട്ടീനാണ് സ്വഭാവ സവിശേഷതകൾ നിർണ്ണയിക്കുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഈ തന്മാത്രാ ശ്രേണികൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുക. നമുക്ക് കുറേ ജീവികളെ കിട്ടി, അവരുടെ DNA നമുക്ക് എന്തിൽ നിന്ന് വേണേലും DNA എടുക്കാമല്ലോ.
DNA എടുത്ത് അവരുടെ ഈ തന്മാത്രാ ശ്രേണികളെ, ആ കോഡുകളെ, ആ DNA-യിൽ അടങ്ങിയിട്ടുള്ള DNA-യിലെ പ്രത്യേകതരം ഈ കോഡുകളെ തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരുപോലെ കോഡ് ചെയ്യുന്ന ഒരുപോലെയുള്ള പ്രോട്ടീൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഡുകൾ ഏകദേശമൊക്കെ ഒരുപോലെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിലാണെന്ന് നമുക്ക് പറയാം. അതാണ് ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും ശാസ്ത്രീയ സാങ്കേതിക വിദ്യയാണിത്. ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയാണിത്, സ്പീഷീസുകളെ തിരിച്ചറിയാൻ. എങ്ങനെയാണ് തിരിച്ചറിയുക? നോക്കൂ, നമുക്ക് കുറേ ലബോറട്ടറീസ് ഉണ്ട് അല്ലേ, DNA ലാബൊക്കെ ഉണ്ടാവും. അപ്പം ഈ ലബോറട്ടറികളിലൊക്കെ നോൺ മീൻസ് എന്താ, നമുക്ക് അറിയാവുന്ന സ്പീഷീസിൻ്റെ കോഡുകളുണ്ടാവും, ഈ കോഡുകളുണ്ടാവും. ഓക്കെ, അതായത് ഓരോ പ്രോട്ടീനെയും കോഡ് ചെയ്യുന്ന അവരുടെ DNA, ഈ DNA കണ്ടു കഴിഞ്ഞാൽ, ആ ലബോറട്ടറിയിൽ DNA കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാവും ഏത് ജീവിയുടെയാണെന്ന്. DNA-യെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഏത് ജീവിയുടെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ലാബിൽ അങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ അവരത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരു അൺനോൺ ജീവിയെ കണ്ടു, നമ്മൾ ഇതുവരെ കാണാത്തൊരു ജീവിയെ കണ്ടു, ഒരു അൺനോൺ ജീവിയെ കണ്ടു, ഓക്കെ, അറിയാത്ത ഒരു ജീവിയെ പുതിയതായിട്ട് കിട്ടി. അപ്പോൾ ഈ ലാബിൽ വെച്ചിട്ടുള്ള ഈ DNA-യുമായിട്ട്, ഇത് നോൺ ആണല്ലോ, കാരണം ഓരോന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന ജീവിയുടെ DNA ആണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ അൺനോൺ ജീവിയെ കിട്ടുമ്പോൾ ഈ നോൺ ആയിട്ടുള്ള DNA-യുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം അതിലെ ഏതെങ്കിലുമൊക്കെ എന്തായാലും ഒരുപോലെ ഇരിക്കില്ല, കാരണം ജീവികൾ രണ്ടും വ്യത്യാസമാണല്ലോ. ഏതെങ്കിലുമൊക്കെ കോഡുകൾ ഒരുപോലെ അവർക്ക് കൂടുതലായിട്ടും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ ഏകദേശം ആ സ്പീഷീസിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് ജീവികളെ തിരിച്ചറിയുന്നത്. അപ്പോൾ DNA കമ്പയർ ചെയ്ത്, DNA-യിലെ തന്മാത്രാ ശ്രേണികളെ കമ്പയർ ചെയ്തുകൊണ്ട് ജീവികളെ തിരിച്ചറിയുന്ന രീതിയാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. ക്ലാസ് മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ, ഇഷ്ടമായെങ്കിൽ മാത്രം. ഓക്കെ, എന്തെങ്കിലും അഭാവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, തിരുത്താം. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് പിന്നൊരു ദിവസം കാണാം. താങ്ക് യു.